ഏകദേശം 52 വയസ്സ് 53 വയസ്സ് വരെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിൽ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റും കോൺട്രാക്റ്റും സൂപ്പർവൈസിംഗും ഒക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് മക്കൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ സൂപ്പർ മാർക്കറ്റും ഏകദേശം 3 വർഷം ഞാൻ കൊണ്ടുനടന്നു. അവസാനം അതും ഞാൻ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിന്റെ അനുസരിച്ച് ഇനി ഭാവിയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വേറൊരാൾക്ക് അത് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രസാദ് സാറും സാഗർ സാറും വന്ന് ഈ പറയുന്ന ബിസിനസ് എനിക്ക് പരിചയപ്പെടുത്തുകയും എനിക്ക് നല്ലതാണെന്നല്ല അത്യാവശ്യം ഇവർ പരിചയമുള്ളതുകൊണ്ട് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വീകരിച്ച് ആ ജന്മം കൊണ്ട ദിവസമാണ് ഇന്ന് ജൂൺ 16. എനിക്ക് ജന്മദിനം എന്ന് പറയുന്നത് 2 ഒന്ന് ജൂൺ 4, അതുപോലെ തന്നെ ജൂൺ 16. അത് ഞാൻ ഒരിക്കലും ഇനി ലൈഫ് ലോങ് ഞാൻ ഇനി മറക്കാത്ത ഒരു ജന്മദിനമായിട്ട് ആഘോഷിക്കുമെന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യം. അതുപോലെ തന്നെ കുറച്ച് സമയം ഞാൻ ഉഴപ്പുകയും ചെയ്തു. കാരണം വെച്ചാൽ ഇത് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ പ്രസാദ് സാറുടെ ആ സ്നേഹവും എന്നെ കൊണ്ടുനടന്ന് എനിക്ക് ഈ ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി കാണിക്കുകയും ചെയ്തപ്പോൾ എന്നാൽ നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് എന്റെ വൈഫിന് തീരാത്ത വയറുവേദനയായിരുന്നു. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന ആ ദിവസം മുതൽ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഫുൾ വയറുവേദന എന്ന് പറഞ്ഞാൽ പീരിയഡ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദനയാണ്. എന്നോട് പറയാറുണ്ട് രാത്രി 12 മണി 1 മണി 2 മണിക്കൊക്കെ എനിക്ക് നിന്ന് കരഞ്ഞിട്ട് എന്നോട് വിഷം മേടിച്ചു തരാൻ പറയും. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട എന്ന്. കാരണം പുള്ളിക്കാരിക്ക് 52 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും പുള്ളിക്കാരിക്ക് വയറുവേദന നിന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്തായാലും നമ്മൾ ഈ ബിസിനസ്സിൽ ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പരീക്ഷണം നടത്തിയേക്കാന്ന് വിചാരിച്ച് പരീക്ഷണാർത്ഥം ഇവർ പറയുന്ന വുമൺ കമ്പാനിയൻ ഫ്ലഡ് പ്യൂരിഫയർ, ഇത് 2 പ്രൊഡക്റ്റും ഞാൻ അങ്ങ് കൊടുത്തു. ആദ്യം വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ അപ്പൊ ഷുഗർ പേഷ്യന്റ് കൂടിയാണ് പുള്ളിക്കാരി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ആദ്യം നമുക്ക് വേദന എടുത്തു മാറ്റാം എന്നിട്ട് ഷുഗർ മാറ്റാം എന്ന് വിചാരിച്ച് വേദനയ്ക്കുള്ള ഫ്ലഡ് പ്യൂരിഫയറും വുമൺ കമ്പാനിയൻ അത് 2ഉം നിരന്തരം കൊടുത്തോണ്ടിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴ് അവർ പറഞ്ഞ റിസൾട്ട് 0 പെയിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും വേദനയില്ല. അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോഴ് എനിക്ക് അങ്ങേയറ്റം സന്തോഷമായി. അതിന്റെ കൂട്ടത്തിൽ അടുത്തത് പറയുവാണെങ്കിൽ ഞാൻ കാസർഗോഡുള്ള സമയത്ത് തന്നെ വൈഫ് ഒരു ദിവസം എന്നെ വിളിച്ചു പറയുന്നു എനിക്ക് കണ്ണ് കാണുന്നില്ല, ക്ലോക്ക് നോക്കുമ്പോൾ സമയം കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ പ്രായത്തിൽ കണ്ണും കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞ് കരയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഞാനൊന്ന് എറണാകുളം എത്തിക്കോട്ടെ, വന്ന് ഞാൻ എന്താ ചെയ്തു തരാം, നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, നമുക്കൊന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡൈബ ലൈഫും പ്രോട്ടീൻ പൗഡറും. ഡൈബ ലൈഫ് രാവിലെ ഭക്ഷണത്തിന് ശേഷം 1 അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് ശേഷം 1 പ്രോട്ടീൻ പൗഡർ രൂപാന്തരം 12 മണിയാകുമ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് 2 ടീസ്പൂൺ ഇട്ട് കലക്കി കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചു തുടങ്ങിയപ്പോൾ അതായത് ആ ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ HbA1c പുള്ളിക്കാർക്ക് ടെസ്റ്റ് ചെയ്തത്. അത് 12.1 അതിന്റെ റിസൾട്ട്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോ പിന്നെ റിസൾട്ട് എടുത്തപ്പോഴ് 7 HbA1c. അപ്പൊ അത്രമാത്രം വ്യത്യാസം വന്നപ്പോ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. അപ്പൊ അതിന് വിശ്വാസമായി. അപ്പൊ എന്റെ അളിയനൊക്കെ പറഞ്ഞു പിന്നെ എന്റെ പെങ്ങളെ പരീക്ഷണ വസ്തു ആക്കിയിരിക്കുവാണോ എന്ന്. ഞാൻ പറഞ്ഞു അവളുടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ 100% കൺട്രോളിലാണ് ഷുഗർ രോഗമല്ലല്ലോ, ബാലൻസിങ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കതിന് വിശ്വാസമായി. വയറുവേദന മൊത്തത്തിൽ മാറി. അപ്പൊ വെൽനസ് പ്രൊഡക്റ്റിൽ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ അഗ്രോ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഗ്രോ പ്രൊഡക്റ്റ് ആണ് ഇഷ്ടം. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് എനിക്ക് കാസർഗോഡ് ഒരു കനകമണി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്, എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാനും പ്രസാദ് സാറും പോയിരിക്കുമായിരുന്നു. ആ പോയ സമയത്ത് അവര് ജൈവവളമായിട്ട് ആട്ടുംകാഷ്ടവും അതുപോലെ തന്നെ ചാണകപ്പൊടി രാസവളം ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെയുള്ള വീട്ടിലാണ് ഞാൻ പോയത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് പിന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അവരുടെ റിസൾട്ട് എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ അവരെ കൂട്ടി ഞാൻ വഴുതന ചെടിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ 3-4 ചെടികളുണ്ട്. അതിൽ വളരെ ക്ഷീണിച്ച ഒരു ചെടി ഉണ്ടായിരുന്നു. ആ ക്ഷീണിച്ച ചെടിക്ക് ഞാൻ തന്നെ അതിന്റെ ചൂടൊന്ന് കിളച്ച് ഭൂവസ്ത്രം മാത്രം, അന്ന് എന്റെ കയ്യിൽ ഭൂവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രോ മാജിക് ഉണ്ടായിരുന്നില്ല. ഭൂവസ്ത്രം മാത്രം ഒരു 8-10 ഗ്രാം ഇട്ട് ചോട് നനച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ആ ഫോട്ടോ ഒന്ന് അയക്കണം, അതിന്റെ റിസൾട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവരെനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. അത് ശരിക്കും ചെടി നല്ല പച്ചപ്പ്, ഇലയൊക്കെ വലിപ്പം വന്ന് നല്ല പച്ചപ്പ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞ് പിന്നെയും ഞാൻ ഫോട്ടോ ചോദിച്ചു. അപ്പോഴത്തേക്കും വഴുതന ചെടി മൊത്തത്തിൽ എല്ലാ ചെടിയുടെ ഒപ്പത്തിനങ്ങ് എത്തി. പക്ഷെ സംഭവിച്ച എത്രയേ ഉള്ളൂ, ഗ്രോ മാജിക് കൊടുക്കാത്തതിന് വല്ല ടീച്ചറിനോട് ചോദിച്ചു, അത് പൂക്കുന്നില്ലല്ലോ, പൂക്കുന്നതിന് കുറവാണല്ലോ, പൂക്കളും കായ്കളൊക്കെ കുറവാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തില്ല. കാരണം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ ഗ്രോ മാജിക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും പറയാം, ബൂസ്റ്റർ ഗ്രോ മാജിക് ആ കോമ്പിനേഷനിൽ നമ്മൾ ഒരു ചെടിക്കോ ഏതിനും 5 ഗ്രാം മുതൽ 100 ഗ്രാം വരെയാണ് ഞാൻ സജഷൻ ചെയ്യാറ്. അത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടുന്നുള്ള ഒന്നാമത്തെ റിസൾട്ടാണ് അഗ്രോ പ്രൊഡക്റ്റില്. രണ്ടാമത്തെ റിസൾട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സമയത്തുള്ള ഒരു കസ്റ്റമർ എപ്പോഴും ഞാൻ ആ വീടുമായിട്ട് സന്ദർശിക്കും. അങ്ങനെ ചെന്നപ്പോൾ അവിടെ കുരുമുളകിന്റെ ചെടി ഞാൻ കണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ കുറെ ഇങ്ങനെ വാടി, അതിന്റെ ഫോട്ടോസ് ഒക്കെ എന്റെ മൊബൈലിലുണ്ട്. അത് കാണുമ്പോൾ ഒന്ന് ഇലകളൊന്നും വരാതെ ഇങ്ങനെ മുരടിച്ച് കിടക്കുക. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞത് ബൂസ്റ്റർ ഗ്രോ മാജിക് മിക്സിങ്ങിന്റെ ഒരു 100 ഗ്രാം എടുത്തിട്ട് പുള്ളിക്ക് കൊടുത്തിട്ട് ഞാൻ അതിന്ന് ഒരു കുരുമുളക് ചെടിക്ക് ഒരു ചുവട്ടിലേക്ക് ഒരു 10 ഗ്രാം ഇട്ടിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 30 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് തളിരുകളും കുരുമുളകിന്റെ വള്ളികളൊക്കെ പൊട്ടി തുടങ്ങി. അപ്പൊ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ഈ കോമ്പിനേഷൻ എന്താണ്, ഈ സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസാദ് സാറിനോട് വിളിച്ചു പറഞ്ഞ് പ്രസാദ് സാർ വരുമ്പോ 2 കിലോയുടെ ബൂസ്റ്റർ 2 പാക്കറ്റും ഒരു ഗ്രോ മാജിക്കും കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊടുത്തു. എന്റെ മകൻ കൊണ്ടുപോയിട്ട് അത് മിക്സ് ആക്കി കാണിച്ചു കൊടുത്തു. അദ്ദേഹം അപ്ലൈ ചെയ്തു. ഇപ്പൊ നല്ല ഹാപ്പിയാണ് പുള്ളി. അതാണ് രണ്ടാമത്തെ റിസൾട്ട്. മൂന്നാമത്തെ റിസൾട്ട് പറയുവാണെങ്കിൽ, ഞാൻ തമിഴ്നാട്, കർണാടക, കേരളം അങ്ങനെ 3 സ്റ്റേറ്റിലും ഓടി നടന്ന് പ്രസാദ് സാറുമായിട്ട് ഞാൻ അടിച്ചു പൊളിച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവക്കാഡോ കൃഷി ചെയ്യുന്നു. 350 അവക്കാഡോ മരമുള്ള ഒരു തോട്ടത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ഐസ്ബർഗ് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ 350 അവക്കാഡോ മരം ഉള്ളതില് ഒരു അവക്കാഡോ മരം ഞാൻ എപ്പോഴും ക്ഷീണിച്ച ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുള്ളൂ, എന്നാലേ വിശ്വാസം വരുള്ളൂ. അങ്ങനെ ക്ഷീണിച്ച ഒരു ചെടി സെലക്ട് ചെയ്തിട്ട് ഞാനും നമ്മളെ നിജോ സാറും ഞങ്ങൾ 2 പേരും ചെന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ആ 100 ഗ്രാമിന്റെ ബൂസ്റ്റർ അതിന് ഒരു 30 ഗ്രാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നനച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ 30 ദിവസം 25 ദിവസം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ സാർ ഒന്നും കൂടി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് കുറച്ച് ലേറ്റ് ആയി. പക്ഷെ അദ്ദേഹം കൃത്യം 25 ദിവസം ആകുമ്പോൾ പുള്ളി അപ്ലൈ ചെയ്തു. അവിടെ പിന്നെ ഞങ്ങൾ മൂന്നാമത്തെ വിസിറ്റ് ചെയ്തു. മൂന്നാമത്തെ വിസിറ്റ് ചെയ്തപ്പോൾ ചെടി വളരാൻ തുടങ്ങി. മറ്റുള്ള ചെടികളുടെ ഞാനൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസിങ് നോക്കും, ഈ മരവും ആ മരവും തമ്മിൽ എത്രയ്ക്ക് പൊങ്ങി, എങ്ങനെയുണ്ട്, ഇതിന്റെ പച്ചപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഇന്ന് അദ്ദേഹം നമ്മുടെ വലിയൊരു കസ്റ്റമറാണ്. അദ്ദേഹം ഇപ്പൊ രാമച്ചത്തിന്റെ വേരിന് വേണ്ടി 20,000 ഗ്രോ ബാഗ് നിറച്ചിരിക്കുന്നു. ആ 20,000 ഗ്രോ ബാഗിന് നമ്മളോട് ബൂസ്റ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്രോ മാജിക് കൊടുക്കാറില്ല, കാരണം വേര് സംരക്ഷിക്കേണ്ടതാണ് ബൂസ്റ്റർ ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞു ഗ്രോ മാജിക്കിന്റെ ആവശ്യമില്ല, ബൂസ്റ്റർ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു റിസൾട്ടും കൂട്ടിയാണ്. ഞാൻ ചുരുക്കി പറയാം, ഈ ബൂസ്റ്റർ എന്ന് പറയുന്നതിന് അതിന്റെ ആധികാരികമായിട്ട് പറയാം, കുറച്ചൊക്കെ ഞാൻ പഠിക്കുന്ന വ്യക്തിയാണ്. കാരണം ഇത്രയും കാലം സിവിലാണ് കൊണ്ടു നടന്നതെങ്കിലും ഇനി ഞാൻ സിവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആകെ ഒരു വർക്ക് ഇപ്പൊ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ആ വർക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലൈഫില് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ സിവിൽ ചെയ്യുന്നല്ലാതെ ഇനി സിവിൽ ചെയ്യില്ല. കാരണം ജോലിക്കാരെ കിട്ടാനില്ല. അതുപോലെ തന്നെ മറ്റുള്ളവന്റെ കാല് പിടിച്ച് വലിച്ചാലല്ലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവന്റെ പണം എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. പക്ഷെ ഈ ബിസിനസ്സിൽ അതല്ലല്ലോ, മറ്റുള്ളവനെ പൊക്കി വിട്ടാലല്ലേ നമുക്ക് ഇൻകം ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സിവിൽ മുഴുവൻ ഒഴിവാക്കി ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ ഞാൻ സിവിൽ എടുക്കുന്നതല്ല എന്നുള്ളതാണ് എന്റെ അടുത്തൊരു തീരുമാനം. അതുപോലെ തന്നെ ബൂസ്റ്ററുടെ കാര്യം പറയുവാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സത്തുകൾ എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ശരിക്കും പറയാൻ നീം എക്സ്ട്രാക്ട്, നീമിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആവണക്കിന്റെ സത്ത്, അതുപോലെ തന്നെ എൻസൈം. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ശരിക്കും പറയാൻ നമ്മുടെ വയറ്റിലെ എൻസൈം ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പൊടിച്ച് കൊടുത്താലേ നമുക്ക് നമ്മുടേതായ ഊർജം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ചെടികൾക്കും ആ എൻസൈം കിട്ടണം. ആ എൻസൈം നമ്മുടെ ബൂസ്റ്ററിലുണ്ട്. അതുപോലെ തന്നെ ബെൻടോണൈറ്റ്, അതൊരു ചാരമാണ്. ആ ചാരത്തിന്റെ പ്രത്യേകത എന്താണ്? ശരിക്കും വെള്ളത്തിന് അബ്സർവ് ചെയ്ത് ആവശ്യത്തിന് വേരിന് വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ബൂസ്റ്ററുടെ കഴിവ്. ആ ബൂസ്റ്ററുടെ ഈ 4 ഈ പ്രൊഡക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബൂസ്റ്റർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് വളർച്ച കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിൽ കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ്? ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേരിന് ഫംഗസ് വരില്ല. അതുപോലെ തന്നെ ധാരാളം ഈശവേരുകൾ ഉണ്ടാവും. വേരുകൾ
അതുപോലെ തന്നെ വേരുകൾ ശക്തി ഉണ്ടാവും. അപ്പൊ വേരുകൾക്ക് ശക്തി ഉണ്ടെങ്കിലോ ആ മണ്ണിൽ എന്താണ് ഇരിക്കുന്നത് ആവശ്യമുള്ള സാധനം വലിച്ചെടുക്കാനുള്ള കഴിവുകളുണ്ടാവും. അപ്പൊ തീർച്ചയായും ഈ ചെടി വളരും. നമ്മുടെ ടീച്ചർ വീട്ടിൽ സംഭവിച്ചത് എന്താ? അത് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ അതങ്ങനെ വളർന്നത്. അതേസമയം അവിടെ ഗ്രോ മാജിക് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ആ വഴുതന ചെടി പൂക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. അതുപോലെ തന്നെ അടുത്ത ഗ്രോ മാജിക് പറയുവാണെങ്കിൽ കരിമ്പിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മൊലാസസ് എന്ന് പറയുന്ന, അതായത് കരിമ്പിൽ നിന്ന് കിട്ടുന്നതാണ് മൊലാസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കുടുംബം. അതിൽ 8 തരം പ്രൊഡക്റ്റുകളുണ്ട്. അതില് ബ്ലാക്ക് സ്വാപ്പ് എന്ന് പറയുന്ന കെപ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓർഗാനിക്കിന് വേണ്ടിയിട്ട്, നമ്മുടെ സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ്. 8 തരം പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ഓർഗാനിക്കിന് വേണ്ടി, ഗ്രോ മാജിക്കിന് വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് തേനീച്ചകളെ ആകർഷിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടാകുന്നത്. തേനീച്ചകളെ ആകർഷിക്കുവാണെങ്കിൽ, ഇന്നാള് ഞാൻ നമ്മുടെ ടീച്ചറുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്ത് കവുങ്ങും തോട്ടത്തില് അദ്ദേഹത്തിന്റെ റിലേഷൻ ആ സാറ് അവിടെ കവുങ്ങിന് മരുന്നടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ അതിന് എന്താ അടിക്കുന്നത് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ ഞാൻ അവിടെ കവുങ്ങിന് കുറച്ച് മരുന്നടിക്കുവാണ്, അതിന്റെ മുകളിലുള്ള തേനീച്ചകൾ ചത്ത് വീഴുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ പുള്ളി അത് ചത്ത് വീണാൽ പുള്ളി അടിച്ചുകൊണ്ടിരിക്കുക. കാരണം പുള്ളിക്ക് വേണ്ടത് അടയ്ക്കാണ്, തേനീച്ചയെ സംരക്ഷിക്കലല്ല. അപ്പൊ അത് കേട്ട് എനിക്കൊന്നും അദ്ദേഹത്തിനോട് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഈ ബിസിനസ് പറയും, പുള്ളിയോട് ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൊലാസസ് എന്ന് പറയുന്ന ഇതില് ബ്ലാക്ക് സ്ട്രാപ്പ് ഉള്ളത് കൊണ്ടാണ് തേനീച്ചനെ ആകർഷിക്കുന്നത്. തേനീച്ചനെ ആകർഷിക്കുമ്പോൾ സ്വാഭാവികം സംഭവിക്കുന്നത് എന്താ? പരാഗണം കൂടുതൽ നടക്കുന്നു. അങ്ങനെയാണ് പെൺപൂക്കളാക്കാനുള്ള കഴിവുകൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രോ മാജിക് നിർബന്ധമായിട്ടും കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണം. 2 കിലോയുടെ 2 പാക്കറ്റും 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മിക്സ് ചെയ്ത് 5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചെടിയുടെ വലിപ്പവും ചുവടും ഒക്കെ നോക്കി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടുന്നില്ല, യാതൊരു സംശയമില്ല. ഇനി മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി നിർത്തിയേക്കാം. ഒലിവ് സൂപ്പർ 16. അത് സൂപ്പർ 16 എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ 16 തരം ന്യൂട്രീഷൻസ്, അതായത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ, നമ്മൾ മനുഷ്യർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താ? ഹോർലിക്സ്, ബൂസ്റ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു ഹോർലിക്സ് തന്നെ വിചാരിച്ചോളൂ. ബോറോൺ, സിങ്ക്, കോപ്പർ, അയൺ, പൊട്ടാഷ്യം, സീവിഡ് ജെൽ, അങ്ങനെയുള്ള 16 തരം ന്യൂട്രീഷൻസ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴേ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മൾ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ബൂസ്റ്റ് കൊടുക്കുന്നത് എന്തിനാണ്? കുട്ടികൾക്ക് കുറച്ചും കൂടി എനർജി ഉണ്ടാകുക. അതേപോലെ തന്നെ ഇത് ചുവട്ടിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഇലകളിലേക്ക് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് അഗ്രോ പ്രൊഡക്റ്റും കൂടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നന്നായിട്ട് കൃഷി ഉണ്ടാക്കി അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു അവസരം കൂടി ഇതിൽ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോ ATC റാങ്കിൽ നിന്ന് ഇനി അടുത്ത DTC റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ തായ്ലാൻഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഒന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 54, അതായത് 57 വയസ്സായി 56 വയസ്സ് വരെ എത്ര ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ അത്ര തന്നെ ആൾക്കാർ, 56 വയസ്സ് വരെ പരിചയപ്പെട്ട അത്രയും ആൾക്കാരുടെ ക്വാണ്ടിറ്റി ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത്ര ക്വാണ്ടിറ്റി ഞാൻ പരിചയപ്പെടും എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരും പല ലെവലിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള ഫുഡും എന്ന് പറഞ്ഞാൽ ചിറകില്ലാതെ പരന്ന് നടക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് ഈ സമയം. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ വേറൊരു ഗുഡ് ന്യൂസ് പറയാം. ഞങ്ങളുടെ ലൈഫ് ലൈനിലേക്ക് ഇതിനു മുമ്പ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് സ്വന്തമായിട്ട് നടത്തി കുറെ കാശുണ്ടാക്കി 10,000-കണക്കിന് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച ആൾ പോലും ഇന്ന് ഞങ്ങളുടെ ലൈഫ് ലൈനിൽ മെമ്പറാണ് എന്ന് പറയാ. ഇന്നലെയാണ് പുള്ളിക്ക് ഐഡിയ അടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കമ്പനി സെലക്ട് ചെയ്യുക. ആ നല്ല കമ്പനി MI ലൈഫ് തന്നെയാണ്. നല്ല പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ MI ലൈഫ് പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല ഓർഗാനിക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് കോമ്പിനേഷൻ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. കാരണം നമ്മൾ LKG UKG പോയപ്പോ എന്താ ചെയ്തേ? ബുക്ക് എടുത്തിട്ട് 10 പ്രാവശ്യം 20 പ്രാവശ്യം എഴുതി ABCD എന്ന് പറഞ്ഞ് എഴുതി പഠിക്കുക ചെയ്തത്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോ ആരും മുതൽ മുടക്കാതെ വന്നതുകൊണ്ട് ആർക്കും ഇതിനോട് സ്നേഹമില്ല. എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും 1 വർഷത്തിന്റെ ഉള്ളിലെങ്കിലും ഞാൻ ചാർജ് ആയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വിളിച്ച പ്രമോദ് സാറിനെ അങ്ങേയറ്റം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഏറ്റവും ധന്യനായ നമ്മുടെ എല്ലാ MI ലൈഫിലുള്ള ഈ കമ്പനിയുടെ